അധികാരത്തിൻ്റെ മത്ത് പിടിച്ച ഭരണാധികാരികളെയും സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്ന അനുയായിയെയും എല്ലാം കൃത്യമായി വരച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാതിരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തുടർഭരണമല്ല ആവേണ്ടത്, അതല്ല ലക്ഷ്യമാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇലക്ഷൻ സമയത്ത് അവരുടെ ഇത്തരം അമർഷങ്ങൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂല്യശോഷണമാണ് വല്ലാണ്ട് വന്നിരിക്കുന്നത്. കളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ. അധികാരം കുത്തകയാക്കി മാറ്റുമ്പോഴല്ലേ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. എപ്പോഴും നമ്മുടെ ഭാവി എന്ന് പറയുന്ന ചെറുപ്പക്കാരിലാണല്ലോ. പക്ഷെ അവരകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവരെ കൂടെ നിർത്തണം, അവരെ വിശ്വാസത്തിലെടുക്കണം. നമസ്കാരം. അധികാരം എന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഭരിക്കാനുമുള്ള കഴിവ്, അവകാശം അല്ലെങ്കിൽ സ്വാധീനം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു വിശാലമായ ആശയമാണ്. പക്ഷേ ഈ അധികാരം കൈകാര്യം ചെയ്യുന്നതിൽ പിടിപ്പുകേട് സംഭവിക്കുമ്പോൾ അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും, പരമാധികാരം കൂടുതൽ ദുഷിപ്പിക്കും. നാം കണ്ടുവരുന്ന ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് ചില എഴുത്തുകാരും സാംസ്കാരിക നായകരും ഇനിയൊരു തുടർഭരണം വേണ്ടേ വേണ്ട എന്ന് പറയുന്നത്. ഏതായാലും ആ വിഷയം പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം ഉള്ളത് ലളിതകലാ അക്കാദമിയുടെ മുൻ അധ്യക്ഷനും ചിത്രകാരനും സംവിധായകനുമായ ശ്രീ നേമം പുഷ്പരാജാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം താങ്കളൊരു കവിത വായിക്കുകയുണ്ടായി, കെട്ടുകാഴ്ചകൾ. അതിലെ ചില വരികൾ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. അനുയായി വളർന്ന് നിഷ്കളങ്കനും അനുസരണശീലവുമുള്ള മൃഗവുമായി മാറുന്നു. ഇങ്ങനെ തുടങ്ങുന്ന കവിതയിൽ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച ഭരണാധികാരികളെയും സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്ന അനുയായിയെയും എല്ലാം കൃത്യമായി വരച്ചിട്ടിരിക്കുകയാണ് താങ്കൾക്ക് പറയാനുള്ളത് കവിതയിലൂടെ പറഞ്ഞു. ഇത് തന്നെയല്ലേ സച്ചിദാനന്ദ മാഷും സാറ ടീച്ചറും ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇത് പൊതുവിൽ അതിപ്പോൾ ഒരു പ്രദേശത്തിൻ്റെയോ ഒന്നുമല്ല, ദേശീയാടിസ്ഥാനത്തിൽ തന്നെ അത്തരം ഒരു പ്രവണത വല്ലാണ്ട് വളർന്നു വന്നിരിക്കുന്നു. അധികാര കേന്ദ്രങ്ങളെ പാദസേവ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിലേക്ക് എത്താം, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് കട്ടിലൂടെ കാര്യം സാധിക്കാം എന്നുള്ള ഒരു ധാരണ പൊതുവിൽ ഒരു ജനങ്ങളുടെ ഇടയിൽ, അത് സാഹിത്യകാരനാവാം, കലാകാരനാവാം, ആരുടെയും അങ്ങനെ ഒരു വകതിരിവൊന്നും പ്രത്യേകിച്ചൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ധാരണയിലേക്ക് നമ്മൾ എങ്ങനെയോ അപഭ്രംശം വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അത് നമ്മൾ നിരന്തരം കാണുകയാണ്. അത് ഒരു പ്രദേശത്തിൻ്റേതാവാം, ഒരു സ്ഥാപനത്തിൻ്റേതാവാം, ഒരു സംസ്ഥാനത്തിൻ്റേതാവാം, ഒരു രാജ്യത്തിൻ്റേതാവാം. എല്ലായിടത്തും അത്തരത്തിലുള്ള ഒരു വലിയൊരു മാറ്റം, ജനങ്ങളൊരു വളഞ്ഞു കൊടുക്കുന്ന, ഏറ്റവും കണ്ട അനീതികളെല്ലാം കണ്ണടച്ച് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വിശ്വസിക്കുന്ന ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടകരമായ ഒരു പ്രവണത മൊത്തത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് മനസ്സിൽ വന്ന, അതിലൂടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു വേദനയാണ് സത്യത്തിൽ കവിതയായിട്ട് രൂപാന്തരപ്പെട്ടത്. ഇടതുപക്ഷ സഹയാത്രികനാണ്, അതുകൊണ്ട് എടുത്തു ചോദിക്കുകയാണ്, സംസ്ഥാനത്ത് തുടർഭരണം ഇനി വേണോ? തുടർഭരണം എന്നതിനപ്പുറത്തേക്ക് തുടർഭരണം ജനം കൊടുക്കുന്നതാണ്. ആ തുടർഭരണമല്ല ആവേണ്ടത്, അതല്ല ലക്ഷ്യമാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ SFIയുമായിട്ട് വളർന്നു വന്നതാണ്. സ്കൂൾ തലം മുതൽ ഞാൻ ആ പാർട്ടിയുടെ അനുഭാവിയും അതിൻ്റെ സഹയാത്രികനും, ഇപ്പോഴും ഞാൻ പാർട്ടി മെമ്പറാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് അധികാരം അല്ലെങ്കിൽ ഈ ഇത്തരം തുടർഭരണം എന്നൊക്കെ പറയുന്നത് ജനം നൽകും. പക്ഷേ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ഒരു കർത്തവ്യം നമുക്കുണ്ട്. മൂല്യശോഷണമാണ് വല്ലാണ്ട് വന്നിരിക്കുന്നത്. അത് ഒരു പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല, പ്രസ്ഥാനങ്ങൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യസാധ്യത്തിനായിട്ട് അതിലേക്ക് വലിയ ഒഴുക്കുണ്ടാവും. അവർ പക്ഷേ അതിൻ്റെ നേതൃനിരകളിലേക്ക് വരും. അവരുടെ കാര്യസാധ്യത്തിനായി അവർ ഏത് ഹീനമായ മാർഗങ്ങളും സ്വീകരിക്കും. അത് തിരിച്ചറിയേണ്ടത് ഏത് പാർട്ടിയായാലും ആ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ്. ആ കളകളെ പിഴുതു കളയേണ്ടത് വളരെ അനിവാര്യമാണ്. കളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ. അത് വലിയൊരു അപകടമാണ്. ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പറയുന്ന വാക്കുകൾ സത്യമായിരിക്കുക, അത് ജനങ്ങൾ വിശ്വസിക്കുക, ജനങ്ങൾക്ക് കൂടെ ബോധ്യമാവണം. ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നത് നമുക്കറിയാം,
പക്ഷേ അത് ഒരിക്കലും അംഗീകരിക്കാതെ, അത് സമ്മതിക്കാതെ, അതിനെ ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ച് അത് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ബലപ്രയോഗം നടക്കുന്നുണ്ട്. ഈ ചിന്തയുടെ ബലപ്രയോഗം നടക്കുന്നുണ്ട്. ഇത് കണ്ട് വ്യക്തതയുള്ള മനുഷ്യനും ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ പോരാളിയുടെ വാഗ്വാദങ്ങളും തമ്മിലൊരു വലിയ സംഘർഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സാധാരണ ജനം ഒന്നുകിൽ ഇതിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചിന്താ തലത്തിലേക്ക് എത്തുന്നുണ്ട്. അതൊരിക്കലും ഗുണം ചെയ്യില്ല, തീർച്ചയായിട്ടും ഗുണം ചെയ്യില്ല. ഓക്കെ, ഈ അധികാരം കുത്തകയാകുന്നുണ്ട്. ഇങ്ങനെ കുത്തകയാകും തോറും ദുരധികാരമായി മാറുമെന്നാണ് സച്ചിദാനന്ദൻ പരാമർശിച്ചത്. അങ്ങനെ അധികാരം കുത്തകയാക്കി മാറ്റുമ്പോഴല്ലേ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നു അധികാരം തുടർച്ചയാവുന്നത് കൊണ്ടുള്ള അപകടമൊന്നുമല്ല. അത് നേരായ മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ അതൊരു അപകടം ആവില്ല. പക്ഷേ ഇതിൻ്റെ ചുറ്റും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കളകൾ വന്ന് നിറയുകയും നന്മയെ കെടുത്തുകയും ചെയ്യുമ്പോൾ ഈ തുടർഭരണമായാലും അല്ലെങ്കിൽ തുടർ യാത്രയായിരുന്നാലും സഹയാത്രയായിട്ട് പോയാലും അതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്, ചില സത്യങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ സത്യവും മൂല്യവും മറ്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ആരോഗ്യപരമായ രാഷ്ട്രീയമായി മാറുകയുള്ളൂ. ഇപ്പോൾ സത്യത്തിൽ പുതിയ തലമുറ ചുറ്റുവട്ടത്ത് നോക്കിയാൽ അറിയാം, പുതിയ തലമുറ രാഷ്ട്രീയത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരുതരം അരാഷ്ട്രീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയ അപകടം പിടിച്ച ഒരു അവസ്ഥയുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്ന കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ബോധങ്ങളുണ്ടാവുക, അതിൻ്റെ നേരും ശരിയും തെറ്റും അവർക്ക് തിരിച്ചറിയാൻ കഴിയുക, അതിനോട് പ്രതികരിക്കുന്നത് ഏറ്റവും യുവത്വത്തിനാണ്. പക്ഷേ ഇന്ന് യുവത്വത്തിലുള്ള യുവാക്കൾ മുഴുവൻ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇതിൽ നിന്ന് മാറുകയും രാഷ്ട്രീയത്തോട് വളരെ ഒരുതരം വളരെ താല്പര്യക്കുറവും ഒരുതരം വളരെ എന്തോ ഒരു ഹീനമായ ഏർപ്പാടാണ് ഈ രാഷ്ട്രീയം എന്നുള്ള തോന്നലിലേക്ക് കുട്ടികൾ അകന്നു പോകുന്നു എന്നുള്ളത് വലിയ അപകടമാണ്. എപ്പോഴും നമ്മുടെ ഭാവി എന്ന് പറയുന്ന ചെറുപ്പക്കാരിലാണല്ലോ. പക്ഷെ അവരകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവരെ കൂടെ നിർത്തണം, അവരെ വിശ്വാസത്തിലെടുക്കണം. അവരെ വെറും ഗുണ്ടാ സംഘങ്ങളായി മാറ്റാനല്ല. ഇപ്പോൾ SFI ആയാലും KSU ആയിരുന്നാലും BJP ആയിരുന്നാലും അവരുടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ കത്തിയും കൊണ്ട് നടക്കുന്ന ഒരു കാലമാണ്. അത് മാറണം. കുട്ടികളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റി അവരെ ആ രീതിയിൽ ഭാവി തലമുറയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നേതൃത്വത്തിനുമൊക്കെ കഴിയേണ്ടതാണ്. ഇടതുപക്ഷത്തിന് എവിടെയാണ് താളപ്പിഴ സംഭവിച്ചത്? ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മൂല്യാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നല്ലോ. താങ്കളുടെയൊക്കെ ഒരു ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നിരുന്നുവല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എവിടെയാണ് താളം പിഴച്ചത്? താളപ്പിഴ ഇപ്പം സമൂഹത്തിൽ മൊത്തത്തിൽ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ നിയമം ശരിക്കും അവിടെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷത്തിന് മുമ്പ് അവിടെ പാർട്ടിയിൽ തന്നെയുള്ള ചില വളരെ സ്വാർത്ഥമോഹികളായിട്ടുള്ള പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന ചിലരെ എതിരായിട്ട് ഞാൻ അന്ന് എൻ്റെ പാർട്ടി ഘടകത്തിൽ ചില നിലപാടുകളെടുത്തു. അത് അവർക്ക് അസ്വസ്ഥത വന്നു. പക്ഷേ അന്ന് അവർ ചെയ്തത് എൻ്റെ പാർട്ടി അംഗത്വത്തെ അത് പുതുക്കേണ്ട സമയമായപ്പോൾ പുതുക്കാതെ അവർ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സമയത്ത് ഞാൻ ഏരിയ സെക്രട്ടറിയുടെ അടുത്ത് പരാതിപ്പെടുന്നു. ഇന്ന് വരെ എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. ജില്ലാ സെക്രട്ടറിയോട് ഞാൻ അന്നത്തെ ജില്ലാ സെക്രട്ടറിയോട് പരാതിപ്പെട്ടു. ഒരു മറുപടി എനിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ SFIയിലൂടെ കൊണ്ടുവന്ന കുറേ പേരുണ്ട്, കുറേ എൻ്റെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർ എന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് ചേട്ടൻ എന്തായാലും അങ്ങനെ മാറി നിൽക്കരുത്, ഞങ്ങളുടെ ബ്രാഞ്ചിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ അവിടെ ചേർക്കുകയും ഇപ്പോഴും ഞാൻ അത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിയമത്തെ ഇങ്ങനെ എന്നോട് കാണിച്ചവർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവിടുത്തെ സൊസൈറ്റിയുടെ കള്ളന്മാരായിട്ട് മാറി അവരെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് എൻ്റെ മുന്നിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അന്നൊരു പക്ഷേ ഞാൻ പറഞ്ഞത് ആ മുഖവിലയ്ക്ക് എടുക്കുകയും അതിനെ ഒരു തിരുത്തൽ നടത്താൻ അന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ സൊസൈറ്റിയിലുണ്ടായ കള്ളത്തരത്തിനോ അപജയത്തിനോ കാരണമാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അവരൊക്കെ തന്നെ ഇപ്പോഴും എൻ്റെ അത്യാവശ്യം അങ്ങനെ ഒരു പിണക്കമോ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അവർ ചെയ്തത് അവരെ വിമർശിക്കുന്നു, അവരുടെ തെറ്റായ നടപടികളെ വിമർശിച്ചു എന്നതുകൊണ്ടാണ് അവർ അന്ന് ആ ഒരു സമീപനം എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലെ കള്ളനാണയങ്ങളെയും ശരിക്കും ഈ കളകൾ പറിച്ചു കളയേണ്ടതുണ്ട്. കളകൾ ഒരുപാട് പാർട്ടി ഒരു വലിയ പ്രസ്ഥാനമാണ്, വലിയ ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവസരവാദികളും ഇതിൽ നിന്ന് ലാഭം കൊയ്യാമെന്ന് വിചാരിക്കുന്നവർ ഇതിനകത്ത് കടന്നുകൂടുക സ്വാഭാവികമാണ്. പക്ഷേ അവരെ തിരിച്ചറിയുകയും അതിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുകയും ആ കളകളെ പിഴുതു കളയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ശുദ്ധമായി മുന്നോട്ട് പോകാൻ ഇനിയും കഴിയണമെങ്കിൽ അത് വേണം. അധികാരത്തിൻ്റെ ഹുങ്കിൽ നടത്തിയ അഴിമതിയുടെ ലിസ്റ്റ് എടുത്താൽ എവിടെയും എത്താത്ത അത്രയ്ക്കുണ്ട്. ആ അഴിമതി കഥകളും താങ്കളുടെ പെയിൻറ്റിങ്ങുകളിൽ കണ്ടു. ഞാൻ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സമ്പത്ത് ഒരു ചാക്കിന് മുകളിൽ ഒരാൾ ഇരിക്കുന്നതും അതിന് അടുത്ത് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ പോലെ അഡ്വക്കേറ്റ് ആണെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം. അതെ, അത് വ്യക്തമാണ് അതിൽ നിന്ന് ആ വരകളിലൂടെ താങ്കൾ കാണിച്ചു തന്നിരിക്കുന്നത്. എൻ്റെ പെയിൻറ്റിങ്ങുകളിൽ തീർച്ചയായിട്ടും ഞാനത് എപ്പോഴും ചരിത്രത്തെ സ്മാരകമാക്കുന്ന, അല്ലെങ്കിൽ ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് എൻ്റെ പെയിൻറ്റിങ്ങുകൾക്ക് വിഷയമായിട്ടുള്ളത്. അതിൽ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഒരു ചിത്രമുണ്ട്. ഒരു പണച്ചാക്കിന് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ശിരസില്ല. ആവനാഴി പോലുള്ള അയാളുടെ കഴുത്തിന് മുകളിൽ അമ്പുകളാണ്. കയ്യിൽ വില്ലുണ്ട്. പണച്ചാക്കിന് മുകളിലാണ് അയാൾ ഇരിക്കുന്നത്. ഒരു കയ്യിൽ കുറേ ചൂണ്ടകളുണ്ട്. ചൂണ്ടയിൽ അഡ്വക്കേറ്റിൻ്റെ കോട്ടിട്ടവർ തൂങ്ങിക്കിടപ്പുണ്ട്, ഡോക്ടർ തൂങ്ങിക്കിടക്കുന്നുണ്ട്, മനുഷ്യർ ഉണ്ട്. അതിൽ അഡ്വക്കേറ്റിനൊക്കെ ഞാൻ ഒരു സിംബലൈസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതൊരു ന്യായാധിപനും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രതിനിധിയായിട്ടാണ് അഡ്വക്കേറ്റിനെ ഞാൻ ഉദ്ദേശിച്ചത്. ഡോക്ടർ എന്ന് പറയുന്ന സയൻസാണ്. പലതും ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ തന്നെ ആ ഡോക്ടറുടെ തീരുമാനത്തിനാണല്ലോ അന്തിമമായിട്ട് നമ്മൾ കാണുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നെ ഉള്ളത് സാക്ഷികളാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെയും വിലക്കെടുക്കാവുന്ന ഒരവസ്ഥയാണ്. വക്കീലിനെ ഏറ്റവും കൂടിയ ഫീസ് വാങ്ങുന്ന വക്കീലിനെ നമുക്ക് നിയമിക്കാം. ഏറ്റവും പരമാവധി എന്ത് തന്ത്രം പ്രയോഗിച്ചും നീതിശാസ്ത്രത്തെയും അതുപോലെ തന്നെ ന്യായാധിപന്മാരെയും ഒപ്പം തന്നെ ഈ സയൻസിനെയും അല്ലെങ്കിൽ ഈ സാക്ഷികളായി നിൽക്കുന്നവരെ വിലക്കെടുക്കാം. സാമ്പത്തികമായിട്ട് സ്വാധീനിച്ചുകൊണ്ട് സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയോ സാമ്പത്തികം കൊടുത്തോ അവരെ വിലക്കെടുക്കാം. ഈ ഡോക്ടേഴ്സ് പോലുള്ള അവരെ വിലക്കെടുക്കാം. അപ്പോൾ ആരെയും വിലക്കെടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ഒരു സമൂഹം മാറിയിരിക്കുന്നു. അത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലും പലയിടത്തും അത് കോടതിക്കുള്ളിൽ പോലും നീതി നിർവഹണം നേരെ നടക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇത്തരം സ്വാധീനം നടക്കുന്നെന്നുള്ള എത്രയോ തെളിവുകൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള അങ്ങനെയുള്ള അതാണ് ഒരു ചിത്രമായിട്ട് വന്നത്. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനെതിരായിട്ട് രോഷം ഉയരുമെന്നും നീതി നടപ്പിലാക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു പ്രാചീന മനസ്സ് അതിൻ്റെ ചുറ്റും, അതാണ് ഈ ചുറ്റും പോരാളികളെ പോലെ അമ്പുമായിട്ട് ഇതിനെതിരായിട്ട് വരുന്ന കുന്തങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പല ചിത്രങ്ങളിലും അത്തരത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ ഒരു ചിത്രത്തിൽ ഗാന്ധിജിയെ, കാറൽ മാർക്സിനെ, യേശു ക്രിസ്തുവിനെ, ഏറ്റവും ബ്രഹ്മാവിനെ പോലുള്ള അത്തരം ശില്പങ്ങളുടെ അവരുടെ എല്ലാം തല ഒരു മുഖംമൂടി വെച്ച ഒരാൾ ഇങ്ങനെ വിൽപ്പനക്കാരൻ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്, സെയിൽസ്മാൻ. അതും ഇത് തന്നെയാണ്. സാമൂഹികമായ ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ എല്ലാം വിറ്റ് നടക്കുന്നവരാണ്. അതായത് മുഖംമൂടി വെച്ചുകൊണ്ട് ഇവരെ എല്ലാം ഈ നന്മകളെ മുഴുവൻ വിറ്റ് നടക്കുന്നവരായിട്ടാണ് പലപ്പോഴും നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്നത്. അതിൻ്റെ ഒരു ചരിത്ര രേഖപ്പെടുത്തലാണ് ആ പെയിൻറ്റിങ്ങിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്ന്, ഈ സംസ്ഥാന സർക്കാരിനെതിരായ പ്രസ്താവനകളുണ്ടല്ലോ. ഇപ്പോൾ കവി സച്ചിദാനന്ദൻ അല്ലെങ്കിൽ സാറ ടീച്ചർ ഇവരൊക്കെ നടത്തുന്ന ഈ പ്രസ്താവനകൾ, ഇതിൽ മറ്റ് സാംസ്കാരിക പ്രവർത്തകരും ഇവർ പറഞ്ഞ ഇതും തമ്മിലുള്ള ഒരു വാക്പോര് അത് വല്ലാതെ മുറുകുകയാണ്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എനിക്കത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടത് സച്ചിദാനന്ദൻ്റേത് അപക്വമായ പ്രതികരണമാണെന്നാണ്
ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടത് ഭരണകൂടത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന സ്ഥാനത്തിരുന്ന് എതിരെ പറയുന്നത് ശരിയല്ല എന്നാണ് മുരുകൻ കാട്ടാക്കട പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടത്. സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സച്ചിദാനന്ദൻ യോഗ്യനായതുകൊണ്ടാണല്ലോ നമ്മൾ ആ സ്ഥാനം കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അതിനെ നമ്മൾ വിമർശിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്, അദ്ദേഹം സമൂഹത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടൊരു അധികാര സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാതിരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നത്? അത് താങ്കളുടെ ആ കവിതയിൽ പറഞ്ഞ ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അനുയായികൾ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ. അതുതന്നെയാണോ ഈ അനുകൂലമായി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്ന ആളുകളെ ആ അനുയായികളുടെ കൂട്ടത്തിൽ പെടുത്തണോ? അവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണോ? ഞാൻ പേരെടുത്തല്ല പറയുന്നത്, അക്കൂട്ടരെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ആ വരി വന്നത്? മുമ്പ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡിയത്തിൽ ഞാനുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായി തോളത്ത് കൈയിട്ട് നടക്കുന്ന സഖാക്കൾ തമ്മിൽ അവിടെ വെച്ചിട്ട് അതിരൂക്ഷമായി വിമർശനങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അയാൾ ഏതെങ്കിലും മണൽ മാഫിയായിട്ട് ബന്ധമുണ്ട്, അയാളുടെ പൈസ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ പരസ്യമായി പറയുകയും അയാളെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ തന്നെ അവിടെ ചർച്ച നടക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ സുഹൃത്തുക്കൾ തന്നെയാണ്, അവർ തിരുത്തേണ്ടവർ തിരുത്തുകയും ചെയ്യും. അപ്പോൾ അത്തരം ഒരു കാലത്തിൽ നിന്ന് ഇന്ന് വിമർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ മനുഷ്യൻ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ മൊത്തം അപജയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ വിമർശിക്കുന്നതിനെയോ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ കാണണം, അതിനകത്ത് ശരിയുണ്ടോ എന്ന് മാത്രമേ നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തുടർഭരണം അത് തെറ്റൊന്നുമല്ല, അത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് തെറ്റല്ല. അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ നേതാക്കളൊക്കെ ഉണ്ട്, അത്തരത്തിലുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അവരെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ, ശരിയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെയല്ല. 5 വർഷം കഴിഞ്ഞു, വീണ്ടും 5 വർഷം. അതിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്കൊന്നും എത്തിക്കാനായില്ല. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കണം സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി വരുന്നത്. അത് അവർ പറയുന്നത് ആ നിലയ്ക്ക് കണ്ടാൽ പോരെ. അഴിമതി കഥകളോ അല്ലെങ്കിൽ സ്വജന പക്ഷപാത കഥകളോ ഒക്കെ പഴയതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഒരിക്കലും ഇത് തുടർഭരണം വേണ്ട എന്ന് ചിന്തിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു MLA ആയിരുന്ന ഒരാൾ ഒരു കള്ള കേസിൽ കൊള്ളയടിച്ചു എന്നുള്ള കേസിൽ ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഒരു സാധാരണ ഇപ്പോൾ ഞാനൊക്കെ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ പറയുന്നത്. താങ്കൾ ഉദ്ദേശിച്ചത് ശബരിമല കൊള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്ന മുൻ MLA, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിച്ചത്, അല്ലേ? അതെ. പലരും ചോദിക്കുന്നു എന്തുകൊണ്ട് പാർട്ടി അതിനെതിരെ നടപടി എടുക്കുന്നില്ല. നമുക്ക് ഉത്തരം ഇല്ല. കാരണം നമ്മളിപ്പോൾ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു ചെറിയ കേസ് വന്നപ്പോൾ ഒരുപാട് പ്രക്ഷോഭം നമ്മളുണ്ടാക്കി. ഒരുപാട് കേസ് എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ മാങ്കൂട്ടത്തിനെതിരെ ചെറിയ കേസ് എന്ന് പറഞ്ഞില്ലേ താങ്കൾ? അതൊരു ചെറിയ കേസെന്നല്ല. അയാൾക്ക് എതിരെ വന്ന കേസുകളെ പോലെ ഇപ്പുറത്തുമുണ്ട്. പക്ഷെ നമ്മൾ എത്രമാത്രം നടപടി എടുത്തു എന്നുള്ള ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള ഒരു യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള, പ്രത്യേകിച്ചും ഈ MLAയുടെ കാര്യത്തിൽ അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ ഒരു അയാൾക്കെതിരായിട്ടൊരു നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ ചോദിക്കുന്നവരോട് മറുപടി പറയാൻ ഉത്തരം മുട്ടുന്നുണ്ട്. എനിക്ക് ഉത്തരം മുട്ടിയിട്ടുണ്ട്. പലരും എന്നോടത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരം മുട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് നടപടി എടുത്തില്ല? കാരണം നടപടി എടുക്കേണ്ടതായിരുന്നു എന്നുള്ള പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും പബ്ലിക്കായിട്ട് വന്ന് ചോദിച്ചു എന്നൊന്നും വരില്ല. അവർ പാർട്ടിയോട് നേരിടാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നും അവർ വരില്ല. പക്ഷെ അവർ ചെയ്യുന്നത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അവർ ഇലക്ഷൻ സമയത്ത് അവരുടെ ഇത്തരം അമർഷങ്ങൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഏതായാലും പത്മകുമാറിന് ഇനിയിപ്പോൾ അധികം നാളകത്ത് കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കുറ്റപത്രമായിട്ടില്ല, സ്വാഭാവിക ജാമ്യത്തിനുള്ള സമയമൊക്കെയായി. 90 ദിവസം കഴിഞ്ഞാൽ അതാണല്ലോ നമ്മുടെ രീതി, അങ്ങനെയാണല്ലോ ഭരണരീതി, അങ്ങനെയാണ്. അതിനുള്ള എന്തായാലും SIT ഒരു കുറ്റപത്രം സമർപ്പിക്കില്ല. അതും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചില ഒത്തുതീർപ്പുകളുടെയും
സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടായിരിക്കണം, അങ്ങനെയും എന്ന് തോന്നുന്നു. പക്ഷെ ജനത്തിനത് കൃത്യമായി ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത്. ഈ 10 വർഷം എന്ന് പറയുന്നത് 10 വർഷത്തെ ഭരണകാലം, നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ അടുപ്പിച്ച് ഒരു ഭരണം കാണുന്നത്. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാലമാണ്. വലിയ മാറ്റങ്ങളൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട് എങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായോ? നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞോ? അതോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ ഈ ചാക്കുകെട്ടിൽ കയറിയിരിക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അഴിമതികൾ, അതല്ലേ കൂടുതലും ഉണ്ടായത്? അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റം, അതിനപ്പുറത്ത് സാധാരണക്കാരന് വേണ്ടി എന്താണ് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ 10 വർഷക്കാലം? ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ അവലോകനം നടത്തുന്നില്ല. പക്ഷേ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഇതിനു മുമ്പുള്ള ഭരണത്തിൽ മറ്റ് ഭരണങ്ങളിൽ നടന്ന അഴിമതികളും പാലം തകർന്നു വീഴുന്നതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് അപകടങ്ങളും ഒരുപാട് കൈക്കൂലി മേടിച്ചതും അഴുക്ക് പുരണ്ട ഒരു കാലം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജനം അതിൽ നിന്ന് ആശ്വാസത്തിനാണ് ഇടതുപക്ഷത്തിലേക്ക് വരുന്നത്. വന്നു, തീർച്ചയായിട്ടും നല്ല ഭരണം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ പ്രളയ സമയത്തും കോവിഡിൻ്റെ സമയത്തുമൊക്കെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങളെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്ത ഒരു കാലം നമ്മുടെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെ ഒരുപാട് പേർക്ക് ഭവനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ IT ഫീൽഡിലും ഒക്കെ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന തരത്തിലുള്ള പുതിയ അത്തരത്തിൽ എണ്ണി പറയാവുന്ന ഒരുപാട് നേട്ടങ്ങൾ ഈ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചില അഴിമതികളും ഈ കറപുരണ്ട ചില ഷേഡി ക്യാരക്ടറുകൾ ഇതിൻ്റെ ചുറ്റും വന്ന് നിറയുന്നതും അവരെയൊക്കെ സംരക്ഷിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നുന്നതുമൊക്കെയാണ് കൂടുതൽ ഒരു ജനങ്ങളെ വെറുപ്പിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത്തരം സംഭവങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു തുടർഭരണം ഇനി വേണ്ട. തുടർഭരണം എന്നുള്ളത് ജനം തീരുമാനിക്കും. ഇത് ഇനിയും ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ വിമർശനങ്ങളെ ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് തിരുത്തലുകൾ വേണം. തീർച്ചയായിട്ടും പറയുന്നവരെല്ലാം ശത്രുക്കളായി കാണുന്ന ഒരു രീതി ചിലയിടത്തെങ്കിലും സ്വീകരിക്കാറുണ്ട്. ഈ അഴിമതിയോ അക്രമമോ അല്ലെങ്കിൽ അനീതിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് അവൻ രാഷ്ട്രീയ ശത്രുവാണ്, അല്ലെങ്കിൽ അവൻ എതിരാളികളുടെ ഒരു ചട്ടുകമാണ് എന്നൊക്കെ തോന്നി അങ്ങനെ പറയുന്നതല്ല. നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാവുക തന്നെ വേണം. അധികാരമെന്ന് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഭരിക്കാനുമുള്ള കഴിവും അവകാശവും മാത്രമല്ല, അങ്ങനെ കരുതുകയേ ചെയ്യരുത്. ശബ്ദിക്കാനാവാത്തവൻ്റെ, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറുക കൂടി വേണം അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ. വളരെ നന്ദി.